വർഷത്തിൽ 365 ദിവസവും തണുപ്പുള്ള ഒരു സ്ഥലമുണ്ടെന്ന് നമ്മുടെ ശബരി ദ ട്രാവലറിലെ ശബരി ബ്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ആവേശമൂത്ത് കാന്തല്ലൂരിലേക്ക് വച്ചു പിടിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാന്തല്ലൂരാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. അങ്ങനെ അതിരാവിലെ എണീറ്റ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ മൂന്നാർ വഴി മറയൂരെത്തി. മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡാണിത്. രണ്ട് സൈഡിലും കാണുന്ന ചന്ദനമരങ്ങളാണ് കേട്ടോ. നോർമലി വരുന്ന നേര്യമംഗലമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തവണ ഞങ്ങൾ ആനച്ചാല് വഴിയാണ് കയറി വന്നത്. അതുകൊണ്ട് ട്രാഫിക് ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നു. ശബരി ദ ട്രാവലർ ചാനലിൽ ശബരി ബ്രോ പറഞ്ഞൊരു സ്ഥലമുണ്ട്, കാന്തല്ലൂർ വുഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന അവിടെയാണ്. ഒരു ബൈക്ക് ട്രിപ്പ് വരാനായിട്ട് പറ്റിയൊരു റോഡാണിത്. അപ്പോൾ ഇതാണ് കാന്തല്ലൂർ റൂട്ട്സിലേക്ക് കയറേണ്ട വഴി. ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. അതിട്ട് വരികയാണെങ്കിൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് കാന്തല്ലൂർ വുഡ്സ് എന്ന് പറയുന്ന മഡ് ഹൗസ്. വാവ്! ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പിന് മാത്രമേ ഇവർ അലോട്ട് ചെയ്യാറുള്ളൂ. ഇവിടെ റൂംസ് ആകെ 3 റൂമാണുള്ളത്. മേളിൽ 2 റൂം, അത് സെയിം ബിൽഡിങ്ങിനകത്ത് കണക്റ്റഡ് റൂംസാണ്. താഴെ ഒരു റൂമുണ്ട്. മേളിൽ മൊത്തം 3 ബെഡും താഴെ 2 ബെഡുമായിട്ടാണ് ഉള്ളത്. ട്രഡീഷണൽ മഡ് ഹൗസ് ആണ്. ഇവിടെ സിമെൻറ്റോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ദ റൂംസ് ആർ സ്പേഷ്യസ്, ബാത്റൂം ഈസ് നീറ്റ് ആൻഡ് ലൊക്കേഷൻ ഈസ് ഓസം. ഫുഡ് നമ്മൾ പറയുന്ന അനുസരിച്ച് അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് അവർ മേടിച്ച് തരും. പോയി കഴിക്കുക എപ്പോഴും പോസിബിൾ അല്ല. ക്യാമ്പ് ഫയറിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അഡീഷണൽ ഒരു ചെറിയ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമ്പ് ഫയറും മ്യൂസിക്കെല്ലാം സെറ്റ് ചെയ്ത് തരും. ഈ വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെയും താഴേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ആ പ്രൈവറ്റ് വാട്ടർഫോൾസ് എത്തും. സേഫായിട്ട് കുളിക്കാം. നല്ല മഴയുള്ള സമയത്ത് ചിലപ്പോൾ പറ്റില്ലായിരിക്കും, ബട്ട് അതർവൈസ് നിങ്ങൾക്ക് സുഖമായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾസ് ആണ്. ഇതിൻ്റെ മേളിൽ നിന്നാൽ വട്ടവടയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തുള്ള സ്റ്റെപ്പ് ഫാംസ് കാണാൻ പറ്റും. മഴ സമയത്ത് ഇവിടെ വേറെ തന്നെയൊരു വൈബാണ്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്യേണ്ട വേറൊരു സംഭവം കൂടെ നടന്നു. ഞാൻ കുറച്ച് കാലമായിട്ട് കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നൊരു കക്ഷിയാണ് ശബരി ബ്രോ. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നതും അവരുടെ കൂടെ സംസാരിക്കുന്നതൊക്കെ ഒരു സന്തോഷമാണല്ലോ. യൂട്യൂബൊക്കെ വരുന്നതിന് ഒരുപാട് മുന്നേ, മേ ബി ഗൂഗിൾ മാപ്പ് വരെ ഫേമസ് ആകുന്നതിന് ഒരുപാട് മുന്നേ, അങ്ങനെ ആരും കേട്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും പോവുകയും അതിനെപ്പറ്റി ഫീച്ചേഴ്സൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്ന കക്ഷിയാണിത്. എൻ്റെ പല യാത്രകൾക്കും ആക്ച്വലി പുള്ളി ഒരു ഇൻസ്പിറേഷനുമാണ്. സോ ഹാപ്പി ടു ഹാവ് മെറ്റ് യു ബ്രോ. ദ ലോൺ സെൻറ്റിനൽസ് ഓഫ് ദ നീൽഗിരി ഫോറസ്റ്റ് എന്നുള്ള പുള്ളിയുടെ ഡോക്യുമെൻ്ററിക്ക് അവാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സോ ബാക്ക് ടു കാന്തല്ലൂർ വുഡ്സ്. ഇവിടെ റൂംസ് അല്ലാണ്ട് അഡീഷണലി ടെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറച്ച് റിനോവേഷൻ നടക്കുന്നുണ്ട്. റേറ്റും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ കാന്തല്ലൂരിലെ 2ാമത്തെ ദിവസം ഞങ്ങൾ ഇന്നൊരു ജീപ്പ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ലോക്കലി ഒരു സൈറ്റ് സീയിങ് ഒക്കെ നടത്തണമല്ലോ. സ്വന്തം വണ്ടിയിൽ വേണമെങ്കിലും പോകാം, പക്ഷേ ഇത്രയും ദൂരം ഡ്രൈവൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ജീപ്പ് ഡ്രൈവ് ഒന്നും നടത്തില്ലെങ്കിൽ പിന്നെ എന്താ സുഖം. കാന്തല്ലൂരിലെ ജീപ്പ് ഡ്രൈവറായിട്ടുള്ള സുരേഷാണെന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട്. ഇത്തവണത്തെ കാന്തല്ലൂർ ട്രിപ്പിൽ ഞങ്ങൾ 5 പേരുണ്ട്. V for വിക്ടറി കാണിക്കുന്ന അജയ് ഭായും സുജിത് ബ്രോയും, പിന്നെ ബാക്കിലുള്ള സീറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രവീഷ് ബ്രോയും വൈശാഖും. ഇവിടെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് 2500 പെർ ജീപ്പാണ് വാങ്ങിക്കുന്നത്. മുരുകൻമല എന്ന് പറഞ്ഞിട്ട് ഓഫ് റോഡിങ് കൂടെ ചേർത്താണെന്നുണ്ടെങ്കിൽ 4000 rupees പെർ ജീപ്പാണ് മേടിക്കുന്നത്. ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന ജംഗ്ഷൻ കണ്ടോ, അതൊരു സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ഇവിടെ നിന്നൊരു യൂ ടേൺ എടുത്ത് നമ്മൾ ആദ്യം പോകുന്നത് സ്ട്രോബെറി ഫാംസ് കാണാൻ വേണ്ടിയിട്ടാണ്. ചെറുതാട്ടോ, ഈ വെളിയിൽ കാണുന്ന കുത്തുകളാണ് എൻ്റെ സ്വീറ്റ്സ്. ആണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല, സമ്മതിച്ചാ. തെളിവെടുപ്പിക്കുക. ഈ സ്ട്രോബെറിയുടെ വെളിയിൽ കാണുന്ന കുത്തുകളില്ലേ, ഒരു തവണ നട്ട് കഴിഞ്ഞാൽ സ്ട്രോബെറി ഓൾമോസ്റ്റ് ഒരു 3 years വരെയൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മഴ സമയത്ത് ഒഴിച്ച് എപ്പോഴും സ്ട്രോബെറി അവൈലബിൾ ആയിരിക്കും. ഫാംസ് തന്നെ നടത്തുന്ന ഷോപ്സിൽ നിന്ന് നമുക്ക് സ്ട്രോബെറി ജാം, സ്ക്വാഷൊക്കെ മേടിക്കാനും കിട്ടും കേട്ടോ. ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ആപ്പിൾ ഫാം ഉണ്ട്. പക്ഷെ അധികം ആപ്പിളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടങ്ങ് പോവാം. ഫാംസിൻ്റെ മുമ്പിൽ നിന്ന് നേരെ വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഭ്രമരം വ്യൂ പോയിൻറ്റ്. ഇനി എത്ര ഓഫ് റോഡിങ് സ്പെഷ്യലിസ്റ്റ് വണ്ടികൾ വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു സിമ്പിൾ മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും വേറെ പല വണ്ടികൾക്കും ചെയ്യാൻ പറ്റത്തില്ല. വെറും മെക്കാനിക്സ് ആണ്, അല്ലാണ്ട് പുതിയ ടെക്നോളജി ഇല്ല, ഫീച്ചേഴ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ എവിടെയും കൊണ്ടുപോകാം, എങ്ങനെയും കൊണ്ടുപോകാം. റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരു ലെജൻഡ്.
ഇതാണ് ഭ്രമരം വ്യൂ പോയിൻ്റ് എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ചാർജ് നമ്മൾ പേ ചെയ്യണം. ജീപ്പ് ഇവിടുത്തെ കോമൺ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ നടക്കുകയാണ്. ഇവിടെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ വലിയ മരങ്ങളിലൊക്കെ ഒരു ഏറുമാടം പോലെ കെട്ടി വെച്ചിട്ട് ആൾക്കാർ അതിൽ കയറുന്നുണ്ട്. ഈ രണ്ട് സൈഡ് നിൽക്കുന്നത് ലെമൺ ഗ്രാസ് ആണ്, നമ്മുടെ പുൽത്തൈലം അല്ലേ, പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ല്. അവിടെയായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ കൊച്ചു ഷാക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 360 നല്ല വ്യൂ ഉണ്ട്, മലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചെറിയൊരു പാത്ത് പിടിച്ച് പോയി കഴിഞ്ഞാൽ നേരെ ഒരു വ്യൂ പോയിന്റിലെത്താം. ഇവിടെയൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ ഭ്രമരം സിനിമയിൽ ജീപ്പ് ഓടിച്ച് കളിച്ചത്. നമ്മൾ താമസിക്കുന്ന കാന്തല്ലൂർ റൂട്ട്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ തണുപ്പ്. ബാക്കി എല്ലാ സ്ഥലത്തും നല്ല വെയിലാണ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന മെയ് ആദ്യമാണ് കേട്ടോ, അതായത് നാട്ടിൽ സമ്മർ കത്തി നിൽക്കുന്ന സമയത്ത്. അപ്രതീക്ഷിതമായിട്ടൊരു വൈൽഡ് ലൈഫ് എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. ഇരുന്ന് പോസ് ചെയ്യുന്ന ഗാർഡൻ ലിസാർഡ്. ആളനങ്ങുന്നില്ലെങ്കിലും കണ്ണനങ്ങുന്നുണ്ടോ? നമ്മൾ ഫുൾ സർവൈലൻസിലാണ്. ഭ്രമരം വ്യൂ പോയിന്റിൽ നിന്ന് പറ്റുന്നത്ര വെയിലും കൊണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് ഹണി റോക്കിലേക്കാണ്. ആ കാണുന്നതാണ് ഹണി റോക്ക്. ആ റോക്കിൻ്റെ താഴെയായിട്ട് തേനീച്ച കൂടുകളുണ്ട്. മേളിലേക്ക് കയറി പോകാനായിട്ട് വഴിയുണ്ട് ആക്ച്വലി. അവിടെ എന്താണുള്ളതെന്നുള്ളത് അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മൊബൈൽ എടുത്ത് വെച്ച് സൂം ചെയ്ത് നോക്കി. ഇതിനു വേണ്ടി വെറുതെ മേളറ്റം വരെ കയറേണ്ട ആവശ്യമില്ലല്ലോ. അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സിപ്പ് ലൈൻ തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഇതാണ് ദ ഫേമസ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. ആക്ച്വലി ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടും കൂടെ വച്ചേക്കുന്നതാണ്. മറയൂർ സൈഡിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്നത് കാണുകയും ചെയ്യാം, ഇവിടെ നിന്ന് കുറച്ച് മേടിക്കുകയും ചെയ്യാം. ഞാൻ പൊതുവേ വീട്ടിൽ ചായയിൽ ശർക്കരപ്പൊടി ഇട്ടിട്ടാണ് കുടിക്കുന്നത്. സോ എനിക്കിവിടെ നിന്ന് ഒരുപാട് മേടിക്കാനുണ്ടായിരുന്നു. ഇതെന്ത് മെഷീനാണെന്നറിയില്ല, കണ്ടിട്ട് ഷുഗർ കെയിൻ സ്ക്വീസ് ചെയ്യുന്ന മെഷീനാണെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഉപയോഗിക്കുന്നില്ല. പല ക്വാളിറ്റിയിലും തരത്തിലുമുള്ള ശർക്കര ആൻഡ് ബൈ പ്രോഡക്ട്സ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇരിക്ക്, പക്ഷേ റേഞ്ച് ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇവിടെ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ കാന്തല്ലൂർ മറയൂർ റൂട്ട് ആക്ച്വലി ഭയങ്കര സീനിക്കാണ്. നമ്മൾ ഈ വന്നേക്കുന്ന സമയം നല്ല വെയിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെയ്സി എഫക്റ്റൊക്കെ ഉള്ളത്. അല്ലാണ്ട് ഒന്ന് മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് പച്ചപ്പൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. വരുന്നുണ്ട് ബൈക്കിലൊന്നുകൂടെ വരുന്നുണ്ട്. ഇടയ്ക്കൊരു വാട്ടർഫാൾസിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു, വെള്ളം കുറവാണ്. ഇനി നമ്മൾ പോകുന്നത് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടെന്നാണ് സുരേഷ് പറഞ്ഞത്. ഇതാണ് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ്. മഴ പെയ്തിട്ട് ഒന്നുകൂടെ വരുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ മെയിൻ കൃഷി ഷുഗർ കെയിൻ തന്നെയാണ് കേട്ടോ. ചന്ദനമരം കൊണ്ടുള്ളൊരു കാട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാൻഡൽവുഡ് റിസർച്ച് ആൻഡ് പ്ലാന്റേഷൻ ഏരിയ ആണിത്. മറയൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ശർക്കരയും ചന്ദനവും. ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഡെസ്റ്റിനേഷൻ മുരുകൻമല. പോകുന്ന വഴിക്കെല്ലാം ഷുഗർ കെയിൻ കൃഷിയാണ്. അങ്ങനെ മുരുകൻമല എത്തിയിട്ടുണ്ട്. ദ ഓഫ് റോഡിങ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ പവർ ഓഫ് മഹീന്ദ്ര ജീപ്പ്. ഇതിന് പകരം വയ്ക്കാനായിട്ട് വേറൊരു വണ്ടി തന്നെ പറയാനില്ല ആക്ച്വലി. കാരണം ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റില്ല. ഈവൻ മഹീന്ദ്രയുടെ പുതിയ വേർഷനായിട്ടുള്ള ഥാർ പോലും ഈ ഒരു ജീപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. യെസ്, കംഫർട്ട് ലെവലിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ബട്ട് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ മുരുകൻമലയിലെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് മുനിയറകൾ. പുരാവസ്തു വകുപ്പിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ മുനിയറകളെല്ലാം പ്രീ ഹിസ്റ്റോറിക് ഏജ് മുതലുള്ളതാണ്. ആദ്യം ഇതെല്ലാം മുനിമാർ താമസിക്കാനായിട്ട് ഉപയോഗിച്ചതാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടുള്ള സ്റ്റഡീസിൽ തെളിഞ്ഞത് ഇത് പഴയ ശവകുടീരങ്ങളാണ്. അതായത് മുനിമാരെ അടക്കിയിരുന്ന സ്ഥലമാണ്. സോ ഇതിന് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ബേസിക്കലി ദീസ് ആർ പ്രീ ഹിസ്റ്റോറിക് ടൂംസ്. മുരുകൻമലയിൽ നിന്ന് ചുറ്റുമുള്ള വ്യൂ ആക്ച്വലി നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ വന്നേക്കുന്ന സമയം നല്ല വെയിലായതുകൊണ്ട് ഒരു ഹെയ്സി എഫക്റ്റ് ഉണ്ട്. അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. മേ ബി ഒരു ചെറിയ മഴയൊക്കെ പെയ്ത സമയത്താണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും. ഇവിടുന്ന് 360 വ്യൂ ആണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു കയറ്റം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഇറക്കമൊക്കെയാണ്. അത് ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇനി പോകാൻ വഴിയില്ലെന്ന്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ജീപ്പ് ചുമ്മാ പൊട്ടുപോലെയാണ് ഇറങ്ങി പോകുന്നത്. പിന്നെ വെഹിക്കിളിന് എത്ര കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഡ്രൈവറിന് ഒരു പങ്കുണ്ട് കേട്ടോ. സുരേഷ് ആക്ച്വലി വാസ് എ വെരി ഗുഡ് ഡ്രൈവർ. അങ്ങോട്ട് ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയെ ഞാൻ സജസ്റ്റ് ചെയ്യും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വരുന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്തോളൂ. ആൻഡ് എനിക്ക് തോന്നുന്നു പുള്ളി അവൈലബിൾ അല്ലെങ്കിലും വേറെ ജീപ്സ് അറേഞ്ച് ചെയ്യാനും പുള്ളി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കാന്തല്ലൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഡിഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബിക്കോസ് ആസ് യു നോ യുവർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. എൻ്റെ ട്രിപ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് DM ഓർ കമൻറ്റ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ദ ചാനൽ. See you soon with the next one. Until then, adios amigos.